ജോയിന്റ് ഓണർഷിപ്പിലുള്ള പ്രോപ്പർട്ടികളാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇംപ്ലിക്കേഷൻസ് എങ്ങനെയൊക്കെയാണ്? ജോയിന്റ് ഓണർഷിപ്പ് നമുക്ക് ലെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിക്ക് ഉണ്ടാവും, അതുപോലെ റെസിഡൻഷ്യലി നമ്മൾ സെൽഫ് ഒക്കുപ്പൈഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടിക്കും ഉണ്ടായിരിക്കും. അതിന് രണ്ടിനും നമുക്ക് ഇംപ്ലിക്കേഷൻ ടാക്സിന്റെ ഇംപ്ലിക്കേഷൻ നോക്കേണ്ടതാണ്. ഇപ്പോൾ ലെറ്റ് ഔട്ട് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ ജോയിന്റ് ആയിട്ട് ഓണർഷിപ്പ് ആണെങ്കിൽ നമ്മൾ റെന്റൽ ഇൻകം നമുക്ക് അവരുടെ പേഴ്സൻറ്റേജ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഗ്രിമെന്റ് പ്രകാരം ഒരു പേഴ്സൻറ്റേജ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൻറ്റേജ് പ്രകാരമോ അങ്ങനെ സ്പെസിഫിക് ഒരു പേഴ്സൻറ്റേജ് പറഞ്ഞിട്ടില്ലെങ്കിൽ 50-50 അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടാണ്, രണ്ടിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവർ ഈക്വൽ ആയിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്യേണ്ടത്. എന്നിട്ട് ഈക്വൽ ആയിട്ടാണ് അവരെ ടാക്സ് ചെയ്യുള്ളൂ. ഇനി ഒരു സെൽഫ് ഒക്കുപ്പൈഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആണെന്ന് വെക്കാം, ഇപ്പോൾ ഭാര്യയും ഹസ്ബൻഡിൻ്റെയും പേരിലാണ് പ്രോപ്പർട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ടാക്സ് പ്ലാനിങ് കൂടി നമുക്ക് അവൈലബിൾ ആണ്. ആ ടാക്സ് പ്ലാനിങ് പ്രകാരം ഇപ്പോൾ ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്യുന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഇൻകം ടാക്സിൽ ഒരു എക്സംഷൻ ലിമിറ്റ് ഉണ്ട്, 2 lakhന്റെ ഒരു എക്സംഷൻ ലിമിറ്റ് ഉണ്ട്. ആ എക്സംഷൻ ലിമിറ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് 2 പേർക്കും ക്ലെയിം ചെയ്യാം. അത് സെൽഫ് ഒക്കുപ്പൈഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടിക്ക്, ഒരു പ്രോപ്പർട്ടിക്ക് മാത്രമാണ് അത് അലവ് ആയിട്ടുള്ളൂ.